ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക മൊഴിയുമായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണക്കടത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ സഹായിച്ചെന്നും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുമാണ് SITയുടെ മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. കൽപ്പേശ് വന്നതും ഗൂഢാലോചനയുടെ ഭാഗമായാണ്. സ്വർണം ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചെന്നും ഇയാൾ മൊഴി നൽകി എന്നാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഉച്ചയോടെ ഹാജരാക്കും. SIT കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. പൂശിയ സ്വർണത്തിന്റെ ബാക്കി കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോൺ, റാന്നിയിൽ നിന്ന് ജോസി ബാബു എന്നിവർ തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. ഏറ്റവും ഒടുവിൽ പുലർച്ചെയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇപ്പോഴിതാ റാന്നിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ദ്രുതഗതിയിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് സിജോ? ഇതിന്റെ ഗൂഢാലോചന അതോടൊപ്പം തന്നെ ആസൂത്രണമൊക്കെ വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇത് ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ടെന്ന് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യഘട്ടം മുതൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. ഒരു സ്പോൺസർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത്. അതിനുശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥരുമായും ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ടാക്കുന്നു. ഇത് ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു തട്ടിപ്പിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പല ഉദ്യോഗസ്ഥരുടെയും സഹായം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പേര് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതിൽ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പേര് പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥരെ വിശദമായി തന്നെ അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ഈ ഉദ്യോഗസ്ഥരെയും കൂടി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്കായിരിക്കും അന്വേഷണ സംഘം പോവുക. അങ്ങനെയാകുമ്പോൾ വളരെ ഒരു ക്ലാരിറ്റി ഇക്കാര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ കിട്ടും എന്ന കാര്യം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. വെറുതെ അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥർ സഹായം ചെയ്ത് കൊടുത്തിട്ടുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഇതിൽ താൻ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് രീതിയിലൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടറിഞ്ഞ് ഇരിക്കേണ്ടതുണ്ട്. ഈ കൊണ്ടുപോയ സ്വർണം അത് വീതം വെച്ചെടുത്തു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആർക്ക് ഇടയിലോട്ടൊക്കെയാണ് പോയത്, ഈ ഉദ്യോഗസ്ഥരിലേക്കൊക്കെ എത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളും ഇനി പുറത്തു വരേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ കേൾക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇയാളുടെ സുഹൃത്ത് കൽപ്പേഷ് എന്ന് പറയുന്ന ഒരാളാണ് ഈ സ്വർണം കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അത് ആ വ്യക്തി ആരാണെന്ന് സംബന്ധിച്ച ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് താൻ സ്വർണം കൈമാറാൻ പറഞ്ഞു എന്ന് പറയുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും കൂടി ഒരേപോലെ പരിചയമുള്ള ആളുകളാണ്. കാരണം ഒരു പരസ്പര വിശ്വാസം വേണമല്ലോ. ഈ സ്വർണം കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രമായ ഒരാളെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണത്തിന്റെ ആ വഴിക്ക് പോകും, ഞങ്ങൾ കബളിക്കപ്പെടുമെന്നുള്ളൊരു സംശയം അവർക്കുണ്ട്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ കൂടി അറിയാവുന്ന ഒരാളെയാണ് ഇത്തരത്തിൽ സ്വർണം ഏൽപ്പിച്ചത് എന്നുള്ള വിവരമാണ് ഏറ്റവും. അപ്പോൾ ഈ കൽപ്പേഷ് എന്ന് പറയുന്ന വ്യക്തി, അയാൾക്ക് ഈ പറയുന്നത് പോലെ മറ്റുദ്യോഗസ്ഥരുമായും ഒക്കെ ബന്ധമുണ്ട് എന്ന് തന്നെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു വെക്കുന്നത് സിജോ? പരിചയമുണ്ടെന്നാണ് പറയുന്നത്. ഇവർക്ക് കോമൺലി അറിയാവുന്ന ഒരാൾ എന്ന നിലയിലാണ് ഇയാളെ കൽപ്പേഷിനെ പറയുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ്. അയാളെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൂടി അറിയാം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പരസ്പര ധാരണ പ്രകാരമാണ് ഇത്തരത്തിൽ സ്വർണം കൈമാറിയെന്നുള്ളൊരു വിവരമാണ് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇന്നലെ പകൽ ചോദ്യം ചെയ്തു, അതിനുശേഷം ഇന്നലെ രാത്രിയിലും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ ഇന്നലെ രാത്രി 12:30-ക്കാണ് സന്നിധാനത്തുള്ള പരിശോധനകൾ പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് എത്തിയത്. അതിനുശേഷം കുറച്ചു നേരം ഇയാളുമായി സംസാരിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയും എത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള സംഘം ഇന്ന് രാവിലെ എത്തിയിരുന്നു. അവരിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടെ വരുത്തിയതിനു ശേഷമാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇപ്പോൾ റാന്നിയിലേക്ക് പോയിരിക്കുന്നത്. ഇനി കസ്റ്റഡി അപേക്ഷ കൊടുക്കും. വരുന്ന ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ മറ്റ് കേസിലെ മറ്റു പ്രതികളായ ഉദ്യോഗസ്ഥരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം മറ്റ് തെളിവെടുപ്പ് തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും പഴുതടച്ചുള്ള അന്വേഷണമാണ് ഈ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത ദിവസം മറ്റു ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിലേക്ക് വളരെ വൈകാതെ തന്നെ ഈ ചോദ്യം ചെയ്യൽ കടക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം ഏതൊക്കെ ഉദ്യോഗസ്ഥരിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇയാൾ പങ്കുവച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. സിജോ തുടരൂ.
ജോസി ബാബു കൂടി വിവരങ്ങൾ നൽകാനായി റാന്നിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജോസി, ഇഞ്ചക്കലിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്നുള്ള കാര്യം. അപ്പോൾ എപ്പോഴായിരിക്കും ഈ കോടതിയിലേക്ക് എത്തിച്ചേരുക? അവിടെ ഒരുക്കങ്ങൾ, പോലീസ് സന്നാഹം ഉൾപ്പെടെ വളരെ കൂടുതൽ വേണ്ടിവരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏത് രീതിയിലായിരിക്കും? ഒപ്പം തന്നെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് SIT എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഏത് കേസിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനായിരിക്കും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്?